ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണത്തിലേക്ക് സ്വാഗതം. ഉത്തരകാണ്ഡം. ശ്രീരാമാദികൾ അഭിഷേകം കഴിഞ്ഞതിന് ശേഷം ഭംഗിയായി രാജ്യം ഭരിച്ചു. എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ വിദൂഷകന്മാർ ചെന്ന് പല വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. രാജ്യസേവ ചെയ്യുന്ന സേവകന്മാർ വിദൂഷകന്മാർ ചെന്നിട്ട് ശ്രീരാമൻ്റെ അടുത്ത് നിന്ന് കഥകളും പറഞ്ഞു തുടങ്ങി. ആ കഥകളൊക്കെ കേൾക്കുന്ന കൂട്ടത്തിൽ ശ്രീരാമൻ ചോദിച്ചു, നഗരവാസികൾ എന്നെക്കുറിച്ച് എന്തെല്ലാമാണ് പറയുന്നത്? സീതയെക്കുറിച്ചും എന്നെക്കുറിച്ചും എന്തെങ്കിലും പറയുന്നത് അഭിപ്രായം എന്താണ് നാട്ടുകാരുടെ എന്ന് ആ വിദൂഷകന്മാരിൽ ഒരാളായ ഭദ്രനോടാണ് ചോദിച്ച്. ഭദ്രൻ പറഞ്ഞു, എല്ലാവരും നല്ലത് തന്നെയാണ് പറയുന്നത്. നഗരവാസികൾ എല്ലാം ശുഭകാര്യങ്ങളാണ് പറയുന്നത്. അങ്ങയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും എന്ന് പറയുന്നു. അപ്പോഴും ശ്രീരാമൻ ചോദിച്ചു, എല്ലാം ഉള്ളതുപോലെ ഒന്നൊഴിയാതെ പറയണം. ഉള്ളതുപോലെ, നല്ലത് മാത്രമല്ല, ശുഭം മാത്രമല്ല, അശുഭമായതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം എന്ന് കേട്ടു. ഭദ്രൻ പറയാണ്, പിന്നെ നഗരവാസികളിലും ഗ്രാമവാസികളിലുമുള്ള പാപികൾ പറയുന്നതെല്ലാം ഭയപ്പെടാതെ വിശ്വാസപൂർവം പറഞ്ഞു കേൾപ്പിക്കും. രാഘവൻ ഇങ്ങനെ നല്ല വാക്കുകൾ പറഞ്ഞപ്പോൾ ഭദ്രൻ ആദരവോടുകൂടി അദ്ദേഹത്തോട് പറഞ്ഞു, രാജൻ, നാൽക്കവലകളിലും തെരുവുകളിലും അങ്ങാടികളിലുമൊക്കെ പൗരന്മാർ പറയുന്ന ശുഭാശുഭങ്ങളെക്കുറിച്ച് പറയാം. പൂർവികന്മാരോ ദേവന്മാരോ ദാനവന്മാരോ ചെയ്തതായി കേട്ടിട്ടില്ലാത്ത ദുഷ്കരമായ സേതുബന്ധനം സമുദ്രത്തിൽ ചെയ്തു. നല്ല കാര്യങ്ങളൊക്കെയാണ് ആദ്യം പറയുന്നത്. സൈന്യവാഹനങ്ങളോടെ എതിരിടാനാവാത്ത രാവണനെ വധിച്ചു. വാനരന്മാരെയും വൃക്ഷന്മാരെയും രാക്ഷസന്മാരെയും ഒക്കെ അധീനതയിലാക്കി. ഇങ്ങനെ ശുഭ കാര്യങ്ങളെല്ലാം ആദ്യം പറഞ്ഞതിന് ശേഷം ഒരു കാര്യം കൂടെ പറഞ്ഞു. രാഘവൻ പോരിൽ രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്ത് അമർഷം വെടിഞ്ഞ് വീണ്ടും സ്വഗൃഹത്തിൽ കൊണ്ടുവന്ന് വാർപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കിംവദന്തി കൂടി കേൾക്കാനുണ്ട്. പണ്ട് രാവണൻ ബലമായി അപഹരിച്ചു കൊണ്ടുപോയ ആ സീത അശോകവനികയിൽ അനവധി കാലം താമസിച്ചുള്ളൂ. രാക്ഷസന്മാരുടെ അധീനതയിൽ കഴിഞ്ഞ ആ സീതയെ ശ്രീരാമൻ എന്താണ് ഉപേക്ഷിക്കാത്തത്, നിഷേധിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം നഗരവാസികളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. നാട്ടിൻപുറങ്ങളിലെല്ലാം ഇങ്ങനൊരു പറയുന്നത് കേൾക്കാനുണ്ട്. നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും എല്ലാവരും ഇങ്ങനെ പറയുന്നു. അവൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീരാമൻ അതിദീനനായി സ്നേഹിതന്മാരോടെല്ലാം ചോദിച്ചു, ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശ്രീരാമൻ അത് കേട്ടത് വിഷമായി സ്നേഹിതന്മാരോട് ചോദിച്ചപ്പോൾ അവരും ഇത് തന്നെയാണ് പറയുന്നത്. അതും ശരി തന്നെയാണ്, സംശയമില്ല, പറയുന്നത് ശരിയാണ് എന്നുള്ള അഭിപ്രായം. അവരും അത് ശരിവെച്ചപ്പോൾ ഭഗവാന് ശ്രീരാമന് വളരെയധികം ദുഃഖം തോന്നി. അവരെല്ലാവരെയും സ്നേഹിതന്മാരെ എല്ലാവരെയും പറഞ്ഞയച്ചതിന് ശേഷം എന്തോ ചിന്തിച്ചുറച്ചു തീരുമാനമെടുക്കുകയാണ് ശ്രീരാമൻ. ഇതിനുള്ള ഒരു പരിഹാരം കാണണമെന്നല്ലോ. അദ്ദേഹം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങേയറ്റം ദുഃഖിച്ചു. ശ്രീരാമൻ സ്നേഹിതന്മാരെ പറഞ്ഞയച്ച ശേഷം ചിന്തിച്ചുറച്ചു രാഘവൻ സമീപത്ത് നിന്നിരുന്ന ദ്വാരപാലകനോട് ഇങ്ങനെ ആജ്ഞാപിച്ചു. ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും വേഗം വരുത്താനാണ് ആജ്ഞാപിച്ചത്. ദ്വാരപാലകൻ അവരെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോയി. ശരി, രാമന്റെ വചനം കേട്ട് ദ്വാരപാലകൻ ലക്ഷ്മണന്റെ ഗൃഹത്തിൽ
തടസ്സമില്ലാതെ പ്രവേശിച്ചു. ആ മഹാത്മാവിനെ വിജയം നേർന്നുകൊണ്ട്, ലക്ഷ്മണന് വിജയം നേർന്നുകൊണ്ട് വാഴ്ത്തിയ ശേഷം തൊഴുതുണർത്തിച്ചു ഇങ്ങനെ ആ ശ്രീരാമന്റെ വാക്കുകൾ: രാജാവ് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു, വൈകാതെ പുറപ്പെട്ടാലും എന്നുള്ള ദ്വാരപാലകന്റെ വാക്ക് കേട്ട് ലക്ഷ്മണൻ ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ തേരിൽ കയറി ശ്രീരാമന്റെ കൊട്ടാരത്തിലേക്ക് പോകുകയും ചെയ്തു. അതിനുശേഷം ദ്വാരപാലകൻ ഭരതന്റെ സന്നിധിയിലും ചെന്ന് ഇങ്ങനെ ഉണർത്തിച്ചു: രാജാവ് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന്. അതേ വാക്യം തന്നെ ഭരതന്റെ അടുത്തും ചെന്ന് പറഞ്ഞു. ബലവാനായ ഭരതൻ ദ്വാരപാലകനിൽ നിന്ന് രാമവാക്യം കേട്ടറിഞ്ഞ് ഉടനെ തന്നെ ആസനം വിട്ട് എഴുന്നേറ്റ് വേഗം നടന്നു പോന്നു. നടക്കാനുള്ള ദൂരമുള്ളുവായിരിക്കും. തേരിൽ കയറിയാണ് ലക്ഷ്മണൻ പോയതെങ്കിൽ ഭരതൻ നടന്ന് യാത്ര ചെയ്തു. ആ ശ്രീരാമന്റെ അടുത്തേക്ക് പോന്നു. ഭരതൻ പോരുന്നത് കണ്ട് ആ ദ്വാരപാലകൻ വേഗം ശത്രുഘ്നന്റെ ഗൃഹത്തിലും ചെന്ന് തൊഴുതുകൊണ്ട് ഉണർത്തിച്ചു: രഘുശ്രേഷ്ഠ, ഉടനെ തന്നെ പുറപ്പെട്ടാലും തമ്പുരാൻ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. ശ്രീരാമൻ ജ്യേഷ്ഠൻ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. ലക്ഷ്മണനും ആ ഭരതനും മുമ്പേ തന്നെ പോയി കഴിഞ്ഞു. അധികം വൈകാതെ ഉടനെ എത്തിച്ചേരണം എന്നുള്ള ആ ശ്രീരാമന്റെ വാക്ക് ദ്വാരപാലകൻ ശത്രുഘ്നെയും അറിയിച്ചു. ദ്വാരപാലകന്റെ വാക്ക് കേട്ടപ്പോൾ ശത്രുഘ്നൻ ഉത്തമാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിലം തൊട്ട് വന്ദിച്ചു. അതിനുശേഷം ശ്രീരാമന്റെ അടുത്തേക്ക് എത്തി. ശ്രീരാമന്റെ അടുത്ത് പോയി. ആ സഹോദരന്മാർ കുമാരന്മാർ വന്നതായി കേട്ട് ചിന്താപരവേശനായുള്ള ഇന്ദ്രിയങ്ങളോടുകൂടിയും ദുഃഖത്തോടുകൂടി തലതാഴ്ത്തി ഇരിക്കുന്നുകൊണ്ട് ശ്രീരാമൻ ദ്വാരപാലകനോട് ആജ്ഞാപിച്ചു. വളരെ ചിന്താപരവശനായിരിക്കുന്നു ശ്രീരാമൻ, ദീനനുമായിരിക്കുന്നു. തലതാഴ്ത്തിയിരിക്കുന്ന ആ ശ്രീരാമൻ ദ്വാരപാലകനോട് ആജ്ഞാപിച്ചു: നീ വേഗം അവരെ എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. എൻ്റെ ജീവിതം ഇവരിലാണ് ഇരിക്കുന്നത്. എൻ്റെ പ്രാണപ്രിയന്മാരാണിവർ എന്നുള്ള ആ വാക്ക് കേട്ട് ദ്വാരപാലകൻ ചെന്നറിയിച്ചു. അവരെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തു. എന്തോ സംഭവമാണ് പറയാനുണ്ടല്ലോ, എന്തോ കാര്യമായിട്ടുള്ള ഗൗരവമായ കാര്യമാണ് എന്നുള്ളത് അവർക്ക് തോന്നിക്കാണും. ശുഭ്രവസ്ത്രകാരികളായ ആ സഹോദരന്മാരെ രാജാവിൻ്റെ ആജ്ഞ കേട്ട് കൈകൂപ്പി വണങ്ങി ആസ്ഥയോടെ അകത്ത് പ്രവേശിച്ചു. സഹോദരന്മാരെല്ലാം ശ്രീരാമന്റെ അടുത്തെത്തി. അവിടുത്തെ തിരുമുഖം തേജസ് നഷ്ടപ്പെട്ട് രാഹുഗ്രസ്തനായ ചന്ദ്രനെ പോലെയും അസ്തമന സൂര്യനെ പോലെയും, അതായത് സന്ധ്യാർക്കനെ പോലെയും എന്ന് പറഞ്ഞാൽ അസ്തമിക്കാറായ സൂര്യന് ശോഭ ഉണ്ടാവില്ലല്ലോ, മങ്ങലുണ്ടാവും. അതുപോലെ അതേമാതിരി രാഹുഗ്രസ്തനായ ചന്ദ്രനും അതേ കാണാൻ സാധിക്കാത്ത മാതിരി പ്രകാശം ഉണ്ടാവില്ല. ശ്രീരാമന്റെ മുഖം അങ്ങനെ പ്രകാശമില്ലാതെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ഉപമ പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ ഇരിക്കുന്ന ശ്രീരാമനെയാണ് അവരെ കണ്ടത്. മുഖത്തെ തേജസ്സെല്ലാം മങ്ങിപ്പോയിരുന്നു. എന്തോ ചിന്താപരവശനായിരിക്കുന്ന പോലെ അവർക്ക് തോന്നി. ധീരനായ രാമന്റെ ശോഭയറ്റ വദനം വീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞിരിക്കുന്നതും കണ്ടു. കണ്ണീരുകൾ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അത്യന്തം ദുഃഖിതനാണെന്നുള്ളത് കണ്ടാൽ തന്നെ അറിയാം. അവരെല്ലാവരും വേഗം രാമന്റെ തൃപ്പാദങ്ങളിൽ തല താഴ്ത്തി വന്ദിച്ച് അതിശ്രദ്ധയോടെ കാത്തുനിന്നു. എന്താണാവോ പറയാനുള്ളത്? ഗൗരവമായ എന്തോ കാര്യമാണ് പറയാനുള്ളത് എന്ന് മനസ്സിലായി. അത് കേൾക്കാനായിട്ട് ഉദ്വേഗത്തോടെ നിന്നു. ശ്രീരാമൻ കണ്ണുനീര് വാർത്തുകൊണ്ട് ഇരുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീരാമൻ എഴുന്നേറ്റിട്ട് അദ്ദേഹം ആ സഹോദരന്മാരെ കൈകൾ കൊണ്ട് വാരിയെടുത്ത് എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. എന്നിട്ട് എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു: നിങ്ങളാണ് എൻ്റെ സർവസ്വവും, നിങ്ങളാണ് എൻ്റെ ജീവിതം, നിങ്ങൾ മൂലം നേടിയ നാട് ഞാൻ പരിപാലിക്കുന്നു എന്ന് മാത്രം. നിങ്ങളാണ് എൻ്റെ എല്ലാം. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. എന്താണെന്നല്ലേ? എന്താണ് കാര്യം എന്ന് കേൾക്കാൻ അവർ ഉദ്വേഗരായിരുന്നു. നിങ്ങൾ ശാസ്ത്രാർത്ഥങ്ങൾ അറിയുന്നവരാണ്, ബുദ്ധിയുള്ളവരാണ്. നരേന്ദ്രന്മാരെ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് എനിക്ക് വേണ്ടി ഈ കാര്യം ആലോചിക്കണം.
ഒരു ഗൗരവമായ കാര്യം എനിക്ക് വേണ്ടി നിങ്ങൾ ആലോചിക്കണം, അതിനുശേഷം പറയണം. കാകുത്സ്ഥൻ ഇപ്രകാരം ചൊല്ലിയപ്പോൾ സശ്രദ്ധരായ ആ സഹോദരന്മാരെല്ലാം രാജാവ് എന്താണാവോ അരുളി ചെയ്യാൻ പോകുന്നത് എന്ന് ഉദ്വേഗ ചിത്തരായി കാത്തിരുന്നു. ശ്രീരാമന്റെ വാക്ക് കേൾക്കാൻ അവർ ഉദ്വേഗത്തോടെ കാത്തിരുന്നു. എന്താണാവോ പറയാൻ പോകുന്നത്, ഗൗരവമായ കാര്യം, എന്നോ വിഷമിപ്പിക്കുന്ന കാര്യമാണ് എന്നുള്ളത് അവർക്ക് മുഖഭാവം കൊണ്ട് മനസ്സിലായല്ലോ. എന്താണാവോ അത് പറയാൻ പോകുന്നതെന്ന് വെച്ച് അവർ കാത്തിരിക്കുകയാണ്. ശ്രീരാമൻ ആ സത്യാവസ്ഥ അറിയിക്കും. ഏത് സീതയെക്കുറിച്ചുള്ള അപവാദം കേട്ടുല്ലോ, ആ ഒരു കഥ ഇവരോട് പറയും. കാര്യങ്ങൾ എന്താണെന്ന് പറയുന്നതും അതിനെന്താണ് ചെയ്യേണ്ടത്, ഒരു രാജാവിൻ്റെ കർത്തവ്യം എന്താണ്. സീതയ്ക്ക് ദോഷമൊന്നുമില്ലെന്നറിയാം, അഗ്നിപ്രവേശം ചെയ്യിച്ചാണ് കൂട്ടിക്കൊണ്ടുവന്നതെന്നറിയാം, ഇങ്ങനൊരു പ്രശ്നം വരും എന്നുള്ളതും അറിയാം. അതിൽ തെളിവിന് വേണ്ടി സീത അവിടെ ആ തീയിൽ ചാടി അഗ്നിപ്രവേശം ചെയ്ത് തൻ്റെ പാതിവൃത്യം തെളിയിച്ചുള്ളൂ. ദേവന്മാരെല്ലാവരും അത് സമ്മതിച്ചതുമാണ്. അഗ്നിദേവനും വായുദേവനും അതുമാതിരി സൂര്യചന്ദ്രന്മാരും നിർദ്ദോഷയാണ് സീത എന്ന് പറഞ്ഞതാണ്. ദേവേന്ദ്രൻ അതോടെ ആ വിശ്വാസത്തോടുകൂടി സീതാദേവിയെ നിർദോഷിയാണെന്ന് പറഞ്ഞ് ചൊല്ലുകയും ദേവഗന്ധർവന്മാരുടെ മുന്നിൽ വെച്ച് ആ ഇന്ദ്രൻ ശ്രീരാമനെ എൻ്റെ കയ്യിൽ ആ ദേവിയെ എനിക്ക് സമർപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്കും അറിയാം സീതയ്ക്ക് ദോഷങ്ങളൊന്നുമില്ലെന്ന്. പക്ഷേ എന്നാൽ ഇത് കനത്ത ലോകാപവാദമാണ്, ഇത് അപവാദമാണ്. അത് എൻ്റെ ഹൃദയം വല്ലാതെ ശോകസംതപ്തം. അതുകൊണ്ട് ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു. നാഗരികരും ഗ്രാമീണരും വലിയ അപവാദം പറയുന്നു. ഇതിനെന്താണ് ഒരു പരിഹാരം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സീതയെ ഉപേക്ഷിക്കാനായിട്ട് എന്നിട്ട് ലക്ഷ്മണനെ ഏൽപ്പിക്കുകയാണ് സീതയെ. പണ്ട് സീത ഒരു ദിവസം പറയണ്ടായിരുന്നു, കഴിഞ്ഞ അധ്യായത്തിൽ കേട്ടതാണ്, സീതയുടെ അഭീഷ്ടം എന്താണ് നിനക്ക് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ സീത പറയണ്ടായി, എനിക്ക് കുറച്ചു കാലം ഗംഗയുടെ തീരത്ത് ആശ്രമത്തിൽ തപോവനത്തിലൊക്കെ കുറച്ചു കാലം കൂടി ആ ഋഷിമാരോടൊത്ത് കഴിയാനൊരു മോഹമുണ്ട്. ഫലമൂലങ്ങളെല്ലാം ഭുജിച്ച് അവരോട് കൂടി കഴിയാനും അവരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാനും ഒരു ദിവസമെങ്കിലും ആശ്രമത്തിൽ കഴിയണം എന്നുള്ള ആഗ്രഹമുണ്ടെന്ന് സീത പറയണ്ടായി. അങ്ങനെ സീതയെ ആശ്രമത്തിൽ കൂട്ടിക്കൊണ്ടുപോകാൻ ലക്ഷ്മണനെ നിയോഗിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ ലക്ഷ്മണൻ ഇവരോട് പറയും, തീരുമാനിച്ച കാര്യം നിങ്ങൾ ആരും എതിർത്തൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി എന്ന് പറയാം. അവർക്ക് ആർക്കും ഒരു വാക്കുകൾ ഉണ്ടായില്ല. അത്യന്തം ദുഃഖത്തോടു കൂടിയാണ് ലക്ഷ്മണൻ ആ സീതയെ കൊണ്ട് ആ തമസാ നദിയുടെ തീരത്ത് കൊണ്ട് ഗംഗാ നദി കടത്തി തമസാ നദിയുടെ തീരത്ത് കൊണ്ടാക്കി വരും. വാൽമീകി ആശ്രമത്തിനടുത്തായിട്ട് കൊണ്ട് ആക്കി ലക്ഷ്മണൻ തിരിച്ചു വരുന്നതൊക്കെ ഭാഗങ്ങൾ വളരെ വിഷമമുള്ള ദുഃഖമാണ്. ആ ലക്ഷ്മണന്റെ ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം. സീതയ്ക്ക് ഇത് കേട്ടപ്പോൾ താങ്ങാൻ കഴിയില്ല. അതിനേക്കാൾ ദുഃഖമാണ് ആ ലക്ഷ്മണന്റെ. അതിന് താൻ നിമിത്തമായി തീർന്നല്ലോ, ഞാൻ വേണ്ടി വന്നല്ലോ, എനിക്ക് ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ള ദുഃഖം ആ ലക്ഷ്മണനും അങ്ങേയറ്റം ഉണ്ടായി. ഇങ്ങനെയുള്ള ആ ഭാഗങ്ങളൊക്കെ അടുത്ത അധ്യായങ്ങളിൽ കേൾക്കാം. ഇത് സഹോദരന്മാരെ ആനയിക്കുക എന്നുള്ളൊരു സഹോദരാനയനം, സഹോദരന്മാരെ ആനയിച്ചു, അവരോട് ഈ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞു, അഭിപ്രായം നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. അവരവിടെ ശ്രീരാമന്റെ വാക്ക് കേൾക്കാൻ ഉത്തേജകരായി കാത്തിരിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗമൊക്കെ അടുത്ത സർഗത്തിൽ കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ
നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.